NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് നവംബർ 20 ആയിരുന്നു. ആ ആപ്ലിക്കേഷൻ ഡേറ്റിന്റെ അവസാനത്തെ തീയതി ഒന്നുകൂടി ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് നിങ്ങളോട് ഷെയർ ചെയ്യാനാണ് ഞാൻ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ RRB NTPCയുടെ എക്സാം അപ്ലൈ ചെയ്യാനുള്ള അവസാനത്തെ തീയതി നാളെ ആയിരുന്നു, നവംബർ 20 ആയിരുന്നു. ഒരുപാട് ആൾക്കാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നില്ല. അപ്ലൈ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നു. സെർവർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഒക്കെ നിങ്ങൾ പലരും എന്നെ വിളിച്ച് പറയുകയും സംസാരിക്കുകയൊക്കെ ഉണ്ടായി ഒരുപാട് പേര്. അപ്പൊ അവരോടൊക്കെ പറഞ്ഞത് മറ്റു പല കാര്യങ്ങളും ചെയ്യാൻ ഞാൻ പറഞ്ഞിരുന്നു. അപ്പൊ ഇപ്പോൾ സന്തോഷമുള്ള ഒരു വാർത്തയാണ്, ഇതുവരെയും കുറെ പേർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയിട്ടില്ലായിരുന്നു. അപ്പൊ 7 ദിവസം കൂടി ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നോട്ടീസ് ഇപ്പോൾ റീസെന്റ് റെയിൽവേസിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു നോട്ടീസ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. 20/10/11/2025 ആയിരുന്നു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ലാസ്റ്റ് ഡേറ്റ്. ക്ലോസിംഗ് ഡേറ്റ് ഓഫ് ഓൺലൈൻ ആപ്ലിക്കേഷൻ 20 ആയിരുന്നു, അതായത് നാളെയാണ്. പക്ഷേ അത് ചേഞ്ച് ചെയ്തുകൊണ്ട് പുതിയൊരു തീയതി വെച്ചു, 27/11. 7 ദിവസം കൂടി ലാസ്റ്റ് ഡേറ്റ് നിങ്ങൾക്ക് എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഇൻഫോർമേഷൻ ആണ്. കുറേ പേർക്ക് അപ്ലൈ ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞ് അവസാന നിമിഷം തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരോടെല്ലാം പറയാനുള്ളത്, നിങ്ങൾ ഇനിയും ഒട്ടും സമയം വൈകാതെ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്തോളുക. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അപ്ലൈ ചെയ്യുമ്പോൾ പലർക്കും പറഞ്ഞിരുന്നു. അപ്പോൾ അതെല്ലാം സോൾവ് ആവും. ഇനി വരുന്ന സമയത്ത് 7 ദിവസം എന്ന് പറഞ്ഞാൽ ഈ 6 ദിവസം കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാമെന്ന് ആരും കരുതരുത്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യുക. ബാക്കിയുള്ള ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. ഇത് RRB NTPC ഗ്രാജുവേറ്റ് ലെവലിന്റെ മാത്രം കാര്യമാണ് പറഞ്ഞത്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിന്റെ അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് 27 തീയതിയാണ്. അപ്പൊ ആ തീയതി തന്നെ, അത് ഇനി എക്സ്റ്റെൻഡ് ചെയ്യുമോ എന്നുള്ളത് നമുക്ക് ഇപ്പോൾ അറിയില്ല. അങ്ങനെ ഒരു നോട്ടീസ് വരികയാണെങ്കിൽ നിങ്ങളുടെ മുമ്പിൽ എത്രയും നേരത്തെ ഞാൻ എത്തുന്നതായിരിക്കും. അപ്പോൾ ഇങ്ങനെ RRB NTPC എക്സാമിന് അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റിൽ വന്ന മറ്റു മാറ്റങ്ങൾ നോക്കാം. ആ ലാസ്റ്റ് ഡേറ്റ് ഓഫ് ഫീ പേയ്മെന്റ് 22 ആയിരുന്നു, അത് 29 മാറ്റി. അതുപോലെ കറക്ഷൻ വിൻഡോ 23 മുതൽ 23/11 മുതൽ 2/12 വരെയായിരുന്നു കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയിട്ടുള്ള ഡേറ്റ്. അത് ചേഞ്ച് ചെയ്ത് നവംബർ 30 മുതൽ ഡിസംബർ 9 വരെയുള്ള ഡേറ്റ് ആക്കി. അതുപോലെ സ്ക്രൈബുമായിട്ട് ബന്ധപ്പെട്ട ഡേറ്റിൽ ചേഞ്ച് ഉണ്ട്. ഡേറ്റ് ഓഫ് റെക്കണിംഗ് ഏജ് ലിമിറ്റ് ചേഞ്ച് ചെയ്യുന്ന ഡേറ്റ് മാറ്റിയിട്ടില്ല. അതായത് നിങ്ങളുടെ ഏജ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഡേറ്റ് 1/1/2026 തന്നെയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആണ് ഈ ഒരു നോട്ടീസിൽ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇത് RRB NTPC ഗ്രാജുവേറ്റ് ലെവൽ എക്സാമുമായിട്ട് ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള പരീക്ഷകൾക്ക് എത്രയും പെട്ടെന്ന് നിങ്ങൾ അപ്ലൈ ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് അപ്ലൈ ചെയ്യുക. ഇനി പ്രിപ്പയർ ചെയ്യണം എന്നുള്ളവർക്ക് ദിശ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സസ് അവൈലബിൾ ആണ്. RRB NTPCയുടെ പുതിയ ഓൺലൈൻ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കോഴ്സിൽ ഒന്നുകിൽ നിങ്ങൾക്ക് എൻറോൾ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. അതും അല്ലെങ്കിൽ ഓഫ്ലൈൻ ആയിട്ട് വന്ന് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കായിട്ട് ഓഫ്ലൈൻ ദിശ അക്കാഡമിയുടെ 5 ബ്രാഞ്ചുകളിലും പുതിയ ബാച്ചുകൾ സ്റ്റാർട്ട് ചെയ്തു. ഡിസംബർ 3 തീയതി പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഓഫ്ലൈൻ ബാച്ചുകൾ ദിശ അക്കാഡമിയുടെ എല്ലാ ബ്രാഞ്ചസിലും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ ബാച്ചുകളിൽ ജോയിൻ ചെയ്ത് പ്രിപ്പയർ ചെയ്യാം. മാത്രമല്ല ദിശ അക്കാഡമിയുടെ ട്രിവാൻഡ്രം ബ്രാഞ്ചിൽ പുതിയ ഈവനിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പുതിയ ബാച്ചുകൾ ഈവനിങ് ബാച്ച് പഠിക്കുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ കോളേജിൽ പോകുന്ന ആൾക്കാരെയൊക്കെ എയിം ചെയ്തുകൊണ്ട് ഒരു ഈവനിങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാച്ചിലേക്കുള്ള അഡ്മിഷൻസ് കറന്റ് ലൈവ് ആണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ദിശ അക്കാഡമിയുടെ ഒഫീഷ്യൽ നമ്പേഴ്സിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻഫർമേഷൻസ് എല്ലാം കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു വിവരം നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദി വീഡിയോ.